ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമ്മുടെ സാത്വിക ശുദ്ധി പോരായ്മയാണ്. സാത്വിക ഭാവങ്ങളെ അശുദ്ധമാക്കുന്ന രീതിയിലുള്ള രജോഗുണ തമോഗുണ ജീവിതമാണ്, ഭക്ഷണ രീതികളാണ്, ജീവിതചര്യകളാണ്. പുരോഗതി എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ മാനസികമായിട്ടുള്ള അധോഗതിയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ കാലഘട്ടത്തിൽ ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഏക പോംവഴി കീർത്തനാദേവ കൃഷ്ണസ്യ കലൗ ദോഷനിധേരാജൻ അസ്തിഹ്യേകോ മഹാൻ ഗുണ. ആ നാമജപ പ്രവാഹം, ആ ഭാഗവത സപ്താഹ സത്സംഗം, അത് അലയടിച്ച് ഭാരതത്തിലെ എല്ലാ കൂരിരുട്ടും അകറ്റാവുന്ന രീതിയിലുള്ളതായ ഒരു ചൈതന്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ വളരെ സമാധാനിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. വരും തലമുറകള് നേരെയാവുമെന്ന് വിശ്വസിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. അത്യന്താധുനിക ജീവിത സൗകര്യങ്ങളുമായി ജീവിക്കുന്നതായ നമ്മുടെ പേരക്കുട്ടികള് ഓടി നടക്കുന്നതിനിടയിൽ അവർക്കിവിടേക്ക് വരാൻ സാധിക്കണു, ഇത്തരം സത്സംഗത്തിലേക്ക് വരാൻ സാധിക്കണു. അവര് വഴിതെറ്റിപ്പോവില്ല, ആരും പരിഭ്രമിക്കേണ്ട കാര്യമില്ല. അവരെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാൻ ഭാഗവത സ്വരൂപനായ കൃഷ്ണൻ സമ്മതിക്കുകയില്ല. ദ്വാപരയുഗാവസാനം അത്തരത്തിൽ ഒരാളും വഴിതെറ്റി പോകരുതെന്ന് വിചാരിച്ച് അന്ന് കൃഷ്ണനായിട്ട് അവതരിച്ചതുപോലെ പിന്നീട് ഭഗവാൻ ആ ചൈതന്യത്തെ മറച്ചത് ശ്രീമദ് ഭാഗവതത്തിലേക്കാണ്. ഭാഗവത കൃഷ്ണനായി ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പിന്നീട് അധപ്പതിക്കാൻ പറ്റില്ല, ചീത്തയാവാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ എത്ര കണ്ട് കൂരിരുട്ടിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയാലും വെളിച്ചം കാണിച്ചു തരാൻ പിന്നാലെ ഭഗവാൻ വരാതെ കണ്ടിരിക്കില്ല. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രേമഭാവം. എല്ലാവരെയും ആ വിശ്വപ്രേമത്തിൽ കൂടി ഭഗവാൻ ഇത് ഇന്നും അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കണു. അങ്ങനെ എല്ലാവരെയും പ്രേമഭാവത്തിൽ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ സ്വീകരിച്ചതായ സ്വരൂപമാണ് ശ്രീകൃഷ്ണ വേഷം.